നമസ്കാരം, ഞാൻ മൃണ. ഞാൻ ജംഷഡ്പൂരിലേക്കുള്ള യാത്രയിലാണ്. ജംഷഡ്പൂര് ഝാർഖണ്ഡിലാണ്. റാഞ്ചിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോകുന്ന വഴിക്കാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി പറയാം. ഭക്ഷണവും നാണക്കേടും. ഭക്ഷണം കഴിക്കുന്നതിൽ, ചില പ്രത്യേക ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്ക് നാണക്കേടുണ്ടോ? ഈ ചെറുപയർ കഴിക്കുന്നത്, ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പൊറോട്ടയും ചെറുപയറും കഴിക്കുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട്, പാവപ്പെട്ടവനാണ് എന്നുള്ളത് കൊണ്ടാണോ? ഞാൻ ഇന്നലെ ഇത് ഒരാളായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അവര് ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവര് ഒന്നാം തരം പൗരന്മാരും നമ്മൾ രണ്ടാം തരം പൗരന്മാരും ആണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമുക്ക് നേരത്തെ തിരിച്ചൊരു ധാരണയുണ്ട്. പുതുക്കോട്ടയിലെ പുതുമണവാളൻ സിനിമയിൽ ജയറാം പറയുന്നൊരു ഡയലോഗുണ്ട്, ഫുഡ് അടിക്കണടാ കാട്ടുവാസി. ഒരു യൂഷ്വൽ ഒരു ലാംഗ്വേജ് ആയിട്ട് പറയുന്നതാണ്. കാട്ടുവാസി, പിന്നെ ആദിവാസി, കാട്ടിലെ ഇവൻ ഏത് കാട്ടിൽ നിന്ന് വന്നവനാ? സത്യത്തില് അവരാണ് ഈ മണ്ണിന്റെ മക്കൾ. അവരാണ് ഈ മണ്ണിന്റെ നല്ല ഏത് മണ്ണിന്റെയും മക്കൾ. ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ റെഡ് ഇന്ത്യൻസ്, അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. മുമ്പ് ഒരു ഫംഗ്ഷന് ഞാൻ പോയപ്പോൾ, 2-2.5 കൊല്ലത്തോളം മുമ്പ് ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ഫോറസ്റ്റ് ഓഫീസർ അദ്ദേഹം പറഞ്ഞൊരു കഥയാണിത്. കഥയല്ല, നടന്ന സംഭവം. അതായത് അദ്ദേഹം ജോലികൾക്കായിട്ട് പല ഈ പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ പരിചയപ്പെടുമ്പോൾ ഒരു 50 വയസ്സിന്റെ മുകളിലേക്കുള്ളവർക്ക് ഭയങ്കരമായ ആരോഗ്യം, റിലേറ്റീവ്ലി ബെറ്റർ ആരോഗ്യം, സാധാരണ നാട്ടിലുള്ള നമ്മളെയൊക്കെ കാളും കൂടുതൽ ആരോഗ്യം. വളരെ കുന്നു കയറാന്, കുന്നും മലയും ഒക്കെ ചേർന്നാണല്ലോ ഈ കാടെന്ന് പറയുന്നത്. പക്ഷെ ഇതേ സമൂഹത്തിൽപ്പെട്ട, ഇതേ വിഭാഗത്തിൽപ്പെട്ട ടീനേജേഴ്സ്, 20കളിൽ പ്രായമുള്ളവർ, അവർക്ക് എന്തോ ഒരു ആരോഗ്യക്കുറവ്. അവർക്ക് ഇവരുടെ അത്ര റിലേറ്റീവ്ലി, നാട്ടിലുള്ള നമ്മളെക്കാളും ബെറ്ററാണ് അവര്. റിലേറ്റീവ്ലി അവരത്ര പോരാൻ തോന്നുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് വളരെ അത്ഭുതമായിട്ട് അത് തോന്നി. സ്വാഭാവികമായിട്ടും പ്രായം കൂടുന്തോറും, 50കൾ കഴിയും തോറും ആരോഗ്യം കുറച്ച് കുറയില്ലേ ടീനേജിനെക്കാളും? ടീനേജേഴ്സ് അല്ലേ കുറച്ചുകൂടെ ആക്റ്റീവ് ആവേണ്ടത്. ഇദ്ദേഹം ഇത് അന്വേഷിച്ച്, ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് പോയി. ഉത്തരം വളരെ ലളിതമായിരുന്നു. റാഗി പോലുള്ള ഭക്ഷണങ്ങൾ ആയിരുന്നു പണ്ട് കാലത്ത് അവർ കഴിച്ചിരുന്നത്. ഇപ്പൊ വന്ന് റാഗി കഴിക്കുന്നത് മാറി അരിയും ഗോതമ്പും ഒക്കെ ആയി. അതിന്റെ പ്രധാന കാരണം ഡീഫോറസ്റ്റൈസേഷൻ ആണ്. ഈ ഡീഫോറസ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാല് കാട്ടില് മോഷണം നടത്തി, തടി വെട്ടി, കള്ളത്തടി കടത്തിയും അല്ലാതെയും ഒക്കെ. ഇപ്പൊ റാഞ്ചിയിലൊക്കെ ആണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 2 കമ്പനികളാണ് മൈനിങ് നടത്തിയിരുന്നത്. നാഷണൽ ഇൻട്രസ്റ്റിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ പൗരന്മാർക്ക് അവകാശമില്ലല്ലോ. അപ്പൊ നമ്മള് പൗരന്മാർക്ക് അവകാശമില്ല, പിന്നെ കാട്ടിൽ കഴിയുന്നവര് തീരെ കൊള്ളാത്തവരാണല്ലോ പൊതുവെ. അങ്ങനെ ആണല്ലോ കാട്ടുവാസി എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് യാതൊരു അവകാശമില്ല. സോ ഡീഫോറസ്റ്റൈസേഷൻ വരുന്നു. അപ്പൊ ഇവരുടെ പിന്നെ സ്വന്തം സ്ഥലങ്ങളിൽ നിന്ന് ഇവര് ഡിസ്പ്ലേസ്ഡ് ആവുന്നു. ഇവർ വേറെ സ്ഥലങ്ങളിൽ പോകേണ്ടി വരുന്നു. ഗവൺമെന്റ് ഒരു കോൺക്രീറ്റ് വീട് കെട്ടി കൊടുക്കുന്നു. അവർക്ക് പിന്നെ അരി കൊടുക്കുന്നു, ഗോതമ്പ് കൊടുക്കുന്നു, റേഷൻ കാർഡ് കൊടുക്കുന്നു. അരിയും ഗോതമ്പും കഴിക്കാൻ തുടങ്ങിയതോടുകൂടി റാഗിയും അതുപോലെ കാട്ടിലെ ഉൽപ്പന്നങ്ങളും കഴിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നിരുന്ന ഒരു ജനത ആരോഗ്യമില്ലാത്തവരും റിലേറ്റീവ്ലി രോഗികളുമായി മാറി. അപ്പൊ ഈ ഫോറസ്റ്റ് ഓഫീസർ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, കേരള സർക്കാരിന്റെ ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തെടുത്ത് എത്രത്തോളം റാഗികൾ കേരളത്തില്, ആ നമ്പർ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞാനത് ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു 2 ദിവസമായിട്ട്. നിങ്ങളോട് പറയേണ്ടതുണ്ട്. 32, അദ്ദേഹത്തിന്റെ നമ്പർ ഒന്നുമില്ല, ഇത് ഓർക്കാൻ പറ്റും. 2.5 കൊല്ലത്തോളമായി 32ഓളം എന്നാണ് എനിക്ക് തോന്നുന്നത്. 32ഓളം ടൈപ്പ് റാഗികള് ഉണ്ടായിരുന്നത്രേ കേരളത്തിലെ ഫോറസ്റ്റുകളിൽ. കാടുകളിൽ ഉണ്ടായിരുന്ന ആ റാഗി ഇവരാരും കഴിക്കാതായപ്പോൾ മെല്ലെ അത് ഇല്ലാതായി. ആരും അത് ശ്രദ്ധിക്കാതെയായി, കൃഷി ചെയ്യാതെയായി, മൈൻഡ് ചെയ്യാതെയായി. പക്ഷെ ഇവരത് തിരിച്ചു പിടിച്ചു. ഇവര് ഒറിജിനലി എത്രത്തോളം ഉണ്ടായിരുന്നു അതിനേക്കാളും കൂടുതൽ വെറൈറ്റികൾ കൃഷി ചെയ്യാനും അതിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഈ സംഭവത്തിൽ ഝാർഖണ്ഡിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു എക്സ്റ്റൻഷൻ ഞാൻ പറയാം. ഒരു സ്ത്രീയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അവര് ഈ ട്രൈബൽസിന്റെ കൂടെ ധാരാളം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പല കാര്യങ്ങളിലും. അവര് തന്നെ ആ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അവര് എന്നോട് പറഞ്ഞാണ്, റാഗി ഒന്നും ആരും കഴിക്കില്ല ഇപ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ളവര്. അത്രയും ഗതികേടാണെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ. എന്ന് വെച്ചാൽ അതെന്താ? കാരണം അത് പാവപ്പെട്ടവന്റെ ഭക്ഷണമല്ലേ. കാശുള്ളവന്റെ ഭക്ഷണം എന്ന് പറയുന്നത് മട്ടനും ഒക്കെയല്ലേ. മീൻ ഝാർഖണ്ഡിന്റെ പോയിന്റ് ഓഫ് വ്യൂല് മട്ടൻ, നമ്മുടെ നാട്ടിലെ പോയിന്റ് ഓഫ് വ്യൂല് അറിയാലോ ബീഫ് ഒക്കെ. നമുക്ക് അങ്ങനെ ഉണ്ടോ? നമ്മുടെ പിള്ളേര് അല്ലെങ്കിൽ നമ്മള് ഒരു റെസ്റ്റോറന്റിൽ പോകുമ്പോ നമുക്ക് ആൾക്കാരുടെ മുന്നിൽ
അധികം പൈസ കൊടുക്കണ്ടാത്ത ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമുണ്ടോ? മത്തി ഒരു ഉദാഹരണമാണ് അല്ലേ. കൊള്ളാവുന്ന റെസ്റ്റോറൻറ്റുകളിലും മത്തി ഉണ്ടാവാറില്ല. മത്തിയാണ് ഏറ്റവും നല്ല മീനുകളിൽ ഒന്ന് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ പാരമ്പര്യം, കേരളത്തിന്റെ പാരമ്പര്യം അതാണ് പറയുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചിരുന്നത് അതാണ്. പിന്നെ ഗൂഗിൾ ചെയ്താലും ഒക്കെ ആ റിസൾട്ട് വരികയും ചെയ്യും. എന്നിട്ടും നമ്മൾ മത്തി കഴിക്കുന്നില്ല. അതെന്തേ? നമ്മളെന്തിനാ അയക്കൂറയിലേക്ക് പോകുന്നത്? നമ്മളെന്തിനാ ചെമ്മീനിലേക്ക് പോകുന്നത്? ഒരു AC ഉള്ള ഒരു യൂഷ്വൽ കേരള സ്റ്റൈൽ റെസ്റ്റോറൻറ്റിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന മീനുകൾ, സീ ഫുഡ്, അയക്കൂറയും ആവോലിയും ചെമ്മീനും ആവുന്നത് എങ്ങനെ? എന്താ മത്തിക്ക് കുഴപ്പം? എന്താ അയിലേക്ക് കുഴപ്പം? മത്തി അയിലയും കഴിക്കണമെങ്കിൽ ഒന്നുകിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോകണം. നമ്മുടെ മാരിയറ്റിലെ ഷെഫ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മത്തി ഒരു പ്രത്യേക ഇല ഇട്ടിട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗസ്റ്റുകൾക്ക് എന്ന്. കാരണം അത് അൾട്രാ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്നിട്ട് എന്തും കഴിക്കാമല്ലോ. സാധാരണ റെസ്റ്റോറൻറ്റിൽ സാധാരണക്കാർക്ക് ഇതൊരു പ്രശ്നമാണോ? ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ? അപ്പൊ മത്തി എങ്ങനെയാ ഇവിടെ ഇരുന്ന് കഴിക്കുക? അയക്കൂറയല്ലേ പറ്റുള്ളൂ. ആളുകൾ കണ്ടാൽ എന്താ വിചാരിക്കുക? അല്ലെങ്കിൽ ഞാൻ ചെമ്മീനല്ലാതെ പിന്നെ കുഞ്ഞു മത്തി എന്ന് പറഞ്ഞാൽ ചെറിയ മത്തി, നല്ല ടേസ്റ്റുള്ള മത്തി, അതൊക്കെ ഓർഡർ ചെയ്ത ഈ വെയിറ്റർ എന്താ വിചാരിക്കുക? അതിനേക്കാളും ഈ മെനു ഉണ്ടാക്കുന്നവർ, ഷെഫുമാരും മാനേജർമാരും ഒക്കെ മത്തിയൊക്കെ എങ്ങനെയാ ഇതുപോലത്തെ റെസ്റ്റോറന്റ് മെനുവിൽ ഇടുക? ഇത് ഇടത്തരം റെസ്റ്റോറന്റിൽ ഈ പ്രശ്നമുള്ളൂ കേട്ടോ. ബേസിക് റെസ്റ്റോറന്റിൽ മത്തിയാണ്, അയിലയും മത്തിയൊക്കെ ആണ്. വലിയ വലിയ ഹോട്ടൽസിലും ഒരു പ്രശ്നമില്ല. ഇടത്തരം റെസ്റ്റോറന്റ്, മിഡിൽ ക്ലാസ്സുകാരുടെ റെസ്റ്റോറന്റ്, പാവപ്പെട്ടവൻ കഴിക്കുന്ന ഭക്ഷണമല്ലേ മത്തി, എങ്ങനെയാ റെസ്റ്റോറന്റിൽ കൊടുക്കുക? അതുപോലെ പാവപ്പെട്ടവൻ കഴിക്കുന്ന ഭക്ഷണമല്ലേ റാഗി, എങ്ങനെയാ റെസ്റ്റോറന്റിൽ കൊടുക്കുക? നിങ്ങൾ സൂപ്പർ ഫുഡ് എന്ന് ഗൂഗിൾ ചെയ്യുക, താല്പര്യമുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ. മില്ലറ്റ്സിനെ കുറിച്ചിട്ടും അതുപോലെ ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെ കുറിച്ചിട്ടും ഒക്കെ ധാരാളം പേജുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനപ്പുറത്തേക്ക് പലതും കാണാൻ കഴിയും. ഈ സൂപ്പർ ഫുഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും സീരിയസ് ആയി എടുക്കുന്ന സാധനങ്ങളിലൊന്നാണ് റാഗി. അതായത് ന്യൂയോർക്കിലും ലണ്ടനിലും ഒക്കെ ഉള്ള ആരോഗ്യ സംരക്ഷണാർത്ഥം ആളുകൾ കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഭക്ഷണത്തിൽപ്പെട്ടാണ് റാഗി. ഇവിടെ ആ സ്ത്രീ എന്നോട് പറഞ്ഞാണ്, ആ സ്ത്രീ ഒരു റെസ്റ്റോറന്റ് നടത്തുകയാണ് റാഞ്ചിയിൽ. അവർ പലതും ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ. അപ്പൊ അവര് കുറച്ച് ട്രൈബൽ ഭക്ഷണങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് റാഞ്ചിയിലെ മാർക്കറ്റുകളിൽ പോയിട്ട് ഈ റാഗി പോലുള്ള സാധനങ്ങൾ, അതുപോലെ കുറെ ഇലവർഗ്ഗങ്ങൾ, കുറെ സംഭവങ്ങൾ അവരെനിക്ക് കാണിച്ചു തന്നു, പറഞ്ഞു തന്നു. ഞാനത് കഴിച്ചു. ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ തനതായ ഭക്ഷണം തപ്പിയിട്ട് അവര് മാർക്കറ്റിൽ പോയപ്പോ മാർക്കറ്റിൽ നിന്ന് അവർ ചോദിച്ചത്രേ, മാഡം എന്തിനാ ഇത് ഇത്രയും മേടിക്കുന്നത്? കന്നുകാലികൾക്ക് കൊടുക്കാനാണോ? കന്നുകാലികൾക്ക് കൊടുക്കാനാണോ? ഇത് മനുഷ്യന്മാരിത് കഴിക്കുവോ? ഇതിനോട് ചേർത്ത് വായിക്കേണ്ട വേറെ കാര്യമുണ്ട്. എന്റെ നാട്ടിൽ നരമ്പൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞാൻ എന്താണ് കേരളം മുഴുവൻ പറയാന്ന് എനിക്കറിയില്ല. എന്റെ നാട് കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും ബോർഡറിലാണ്. ഞങ്ങളുടെ നാട്ടിൽ നരമ്പൻ എന്നാണ് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. വളരെ നീളത്തിൽ പടവലം പോലെ വളരുന്ന, താഴോട്ട് വളരുന്ന ഒരു വെജിറ്റബിൾ ആണ്. അത് ഓലൻ വെക്കുകയാണ് സാധാരണ വീട്ടിൽ പതിവ്. തേങ്ങാപ്പാലൊന്നും ഇല്ലാത്ത ഓലൻ. ഭയങ്കര ടേസ്റ്റ് ആണ്. ഒരു സ്ലൈറ്റ് സ്വീറ്റ്നെസ് ഉണ്ടാവും അതിന്. പലതിനോട് ഉപയോഗിക്കാറുണ്ട്. എന്റെ വീട്ടിൽ ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ ജനിച്ച വളർന്ന കാലം അന്ന് മുതലേ കാണുന്ന, ഇന്നും കാണുന്ന, ഇപ്പോഴും വീട്ടിലുണ്ടോ. ഞാൻ കല്യാണം കഴിച്ച തൃശ്ശൂരിൽ നിന്നാണ്. എന്റെ വൈഫ് വന്നിട്ട് ഈ പച്ചക്കറി കണ്ടിട്ട് അവളത് അതിനു മുമ്പ് കണ്ടിട്ടില്ല. സ്വാഭാവികമാണല്ലോ, ഓരോ നാട്ടിൽ ഓരോ പച്ചക്കറികളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്റെ നാട്ടിൽ ഉപയോഗിക്കുന്നത്, മീൻകറിയിൽ ഉപയോഗിക്കുന്നത്, പുളി ഉണ്ടാവാൻ ഉപയോഗിക്കുന്നത് പച്ചമാങ്ങ, അല്ലെങ്കിൽ തൈര്, മോര്, പിന്നെ നമ്മുടെ വാളംപുളി, ഇതൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മള് കുറച്ച് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഉപയോഗിക്കും? വിനാഗിരി ഉപയോഗിക്കും, അല്ലെങ്കിൽ കൊടംപുളി ഉപയോഗിക്കും, ആ സ്റ്റാർ പോലുള്ള പുളി ഉപയോഗിക്കും, പലതും ഉപയോഗിക്കും. അപ്പൊ ഓരോ നാട്ടിലും ഓരോ സാധനമല്ല. അപ്പൊ എനിക്കത് വലിയ അത്ഭുതം തോന്നിയില്ല. പിന്നെ ഞങ്ങള് കുറെ നാളായിട്ട് പുറത്താണല്ലോ താമസം. ഈ ലോക്ക്ഡൌണിന്റെ സമയത്താണ് അവള് റിയലൈസ് ചെയ്യുന്നത് ഈ സാധനം തൃശ്ശൂർ ഭാഗത്തും ഉണ്ട്. പക്ഷേ അതെന്തോ ഇങ്ങനെ റോഡ് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ അതിന്റെ കുരു കിട്ടാതെ അങ്ങ് വളർന്നോളും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വെജിറ്റബിൾ ആണത്. അതിന് ഒരുപാട് കെയർ ഒന്നും കൊടുക്കണ്ട. അത് പാവപ്പെട്ടവരുടെ ഭക്ഷണമാണത്രേ. പാവപ്പെട്ടവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗതിയില്ലാത്തവന്റെ, അത് എന്തെങ്കിലും ഒരു ഗതിയുള്ള ഒരുത്തൻ, അത്യാവശ്യം 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഒരു ദിവസം വരുമാനമുള്ള ഒരാൾ കഴിക്കുന്നത് കുറച്ചിലാണത്രേ. ഭക്ഷണത്തിലും ക്ലാസ് സിസ്റ്റം. അവളത് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുകയും അവൾക്കത് ഭയങ്കര താല്പര്യമുള്ള സാധനമാണ്. അതുകൊണ്ടാണ് അവൾ റിസർച്ച് ചെയ്തത്, അവൾ അന്വേഷിച്ചത്. ഭക്ഷണത്തിലും ക്ലാസ് സിസ്റ്റം.
നമുക്ക് നല്ല ഭക്ഷണം, ഈ നരമ്പൻ എന്നൊക്കെ പറയുന്ന സാധനം ആരോഗ്യത്തിന് അത്രയും നല്ല സാധനമാണ്. അത് കഴിക്കാൻ തടസ്സം. തൃശ്ശൂർ ഭാഗത്തൊക്കെ അതങ്ങനെ അത്യാവശ്യം വെൽ ഓഫ് ആയിട്ടുള്ള കൊള്ളാവുന്ന വീടുകളിൽ എന്ന് വിചാരിക്കുന്ന ആളുകൾ അത് കഴിക്കൂല. റാഗി കഴിക്കാൻ ബുദ്ധിമുട്ട്. എന്നിട്ട് ഈ സ്ത്രീയുടെ തന്നെ വേറൊരു കഥയുണ്ട്. ഈ സ്ത്രീ പിന്നെ ഈ ട്രൈബൽ വിമൻ അവരുടെ എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രൈബൽ വിമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are more mature and more connected and more hard working than men. അതൊരു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സൊസൈറ്റിയാണ്. സ്ത്രീകളാണ് കുറേയും കൂടെ ഡിസിഷൻ മേക്കിങ്ങും എല്ലാം ചെയ്യുന്നത്. അത് ജാർഖണ്ഡിന്റെ ഒക്കെ ഒരു സീൻ അങ്ങനെയാണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതില് ഈ സ്ത്രീകളെ വിളിച്ചു കൂട്ടിയിട്ട് ഇവര് ചില ക്ലാസ്സുകളൊക്കെ കൊടുക്കും. അപ്പോൾ ഒരു ക്ലാസ്, പലവിധ ക്ലാസ്സുകളുണ്ട്. പേഴ്സണൽ ഹൈജീൻ, സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കുന്നത്, അതും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അങ്ങനെ പല 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 വിഷയങ്ങളിലുള്ള ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ അതിൽ ഒരു ക്ലാസ് ഭക്ഷണത്തിനെ പറ്റിയിട്ടായിരുന്നു അത്രേ. ഇവർക്ക് ഈ ഒരു എക്സ്പീരിയൻസിലുണ്ട് റാഗി ഇങ്ങനെ ആരും കഴിക്കുന്നില്ല. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളുകൾ ന്യൂയോർക്കിലും അവിടെ ഇവിടെയൊക്കെ പൈസ കൊടുത്ത് റാഗി മേടിച്ച് കഴിക്കുന്നു. ഇവിടെയും ഈവൻ ജാർഖണ്ഡിൽ, അതായത് റാഗിയുടെ ഒക്കെ സ്വന്തം വിളനിലം എന്ന് പറയാവുന്ന സ്റ്റേറ്റില് നല്ലോണം കാശുള്ള ആൾക്കാർ ആരോഗ്യത്തിന് നല്ലതാണെന്ന് കണ്ടിട്ട് റാഗി മേടിച്ച് കഴിക്കുന്നു. റാഗി കാട്ടിൽ നിന്ന് പറിച്ചെടുത്ത് പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇപ്പൊ റാഗി കഴിക്കുന്നില്ല. അപ്പൊ ഈ ഒരു വിരോധാഭാസം കാരണം ഇവർ ഈ സ്ത്രീകളോട് ഇതിനെപ്പറ്റി സംസാരിച്ചു. അവർ ചോദിച്ച ചോദ്യം ഇതാണ് അത്രേ: ഇന്ന് രാവിലെ ഞാൻ റാഗി കൊണ്ട് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ്, റാഗി കൊണ്ട് ഉണ്ടാക്കിയ റൊട്ടി, ഒരു ദോശ പോലത്തെ ഒരു സാധനം ഞാൻ ആ ബ്ലോഗിൽ കാണിച്ചു തരാം. അവരുടെ റെസ്റ്റോറൻറ്റിൽ പോയി ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ചിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളിൽ എത്ര പേർ, 10 100 പേര് ഇരിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ, ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണ്. നിങ്ങളിൽ എത്ര പേർ ഇന്ന് റാഗിയുടെ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്? കൈവക്കാൻ പറഞ്ഞു. 2 പേര്, 2 പേരാണ് റാഗിയുടെ ഭക്ഷണം കഴിച്ചു വന്നത്. അതായത് 100% ആൾക്കാരും കൈ പൊക്കേണ്ടിയിരുന്ന ഒരു സംഭവമാണത്. ഓൾമോസ്റ്റ്. എന്തുകൊണ്ട് വെച്ചാൽ that was the staple food, that was their thing. എന്നിട്ട് ഇല്ല. അപ്പൊ അവര് അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അവര് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അതവിടെ ഇരിക്കട്ടെ. അതിലൊരു കുട്ടിയും, റിലേറ്റീവ്ലി പ്രായം കുറഞ്ഞൊരു കുട്ടി, ടീനേജ് പ്രായത്തിലുള്ള ഒരു കുട്ടിയും അവരോട് ചോദിച്ചത്രേ, ഈ റാഗി മറ്റേ ഹോർലിക്സിന്റെ സാധനമല്ലേ? ഹോർലിക്സ് റാഗി തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവരെന്നോട് പറഞ്ഞു, റാഗി ഈ ഹോർലിക്സിന്റെ ബേസ് ഉണ്ടാക്കാം. ഹോർലിക്സ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമാണല്ലോ. എനിക്ക് ഹോർലിക്സ് ഭയങ്കര ഇഷ്ടം. പിന്നെ പാതിരാത്രിക്കൊക്കെ ഹോർലിക്സ് കഴിക്കാനാണ് ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഹോർലിക്സ് ആയിട്ട് റാഗിക്കുന്നത് അത് ആ കുട്ടിക്ക് അറിയാം. ഏത് പക്ഷേ അവനവന്റെ ചുറ്റും ഈ സാധനം ഉണ്ട് എന്നും അത് ആരോഗ്യത്തിന് നല്ലതാണെന്നും അതാണ് എന്റെ പൂർവികർ കഴിച്ചിരുന്നതെന്നും അത് കഴിക്കുന്നതാണ് എനിക്ക് നല്ലതെന്നും ആ കുട്ടിക്ക് അറിയില്ല. എന്താ കഥ അല്ലേ? ഞാൻ പറഞ്ഞ ഒറിജിനൽ കാര്യത്തിലേക്ക് വന്നാൽ, പൊറോട്ടയും ചെറുപയർ കറിയും കഴിക്കുന്നത് ഒരു അപമാനമാണോ? ഇന്നിപ്പോ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ അടിയിലുള്ള കുറെ കമന്റ്സ് വായിച്ചു. അതിൽ ഒരു പോയിന്റ് ഐ എഗ്രി വിത്ത് ദാറ്റ്. ചേട്ടന്റെ ടേസ്റ്റ് അല്ല എന്റെ ടേസ്റ്റ്. ഐ എഗ്രി വിത്ത് ദാറ്റ്. അതായത് പൊറോട്ടയും ബീഫും ആണ് ഇഷ്ടമെങ്കിൽ ദാറ്റ്സ് ഫൈൻ. നമുക്കെന്ത് വിരോധം? ഞാനത് വിരോധത്തിന്റെ കാര്യം പറഞ്ഞതല്ല. ഞാൻ പറയുന്നത് 10 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 7 ദിവസം അതിൽ ഒരു ദിവസം കഴിച്ചൂടെ? ഒരു ദിവസം 3 4 നേരം ഭക്ഷണം കഴിക്കില്ല ഒരു ശരാശരി മനുഷ്യൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ലഞ്ച് കഴിക്കും, വൈകുന്നേരം ഈവനിങ്ങിന് എന്തെങ്കിലും ഒരു സ്നാക്കോ മറ്റോ കഴിക്കും, രാത്രിയും കഴിക്കും. 3 തവണ അല്ലെങ്കിൽ 4 തവണ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ആഴ്ചയിൽ 7 ദിവസം എത്ര തവണ ഭക്ഷണം കഴിക്കും? 20 തവണ അല്ലെങ്കിൽ 30 തവണ. അതിൽ ഒരു തവണ ചെറുപയർ കഴിച്ചൂടെ? ഞാൻ പൊറോട്ട ചെറുപയറിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ചോറിന്റെ കൂടെ. ഓർമ്മയുണ്ടോ പഴയ ഉച്ചക്കഞ്ഞി, ചോറും ചെറുപയറും? ഗവൺമെന്റ് എന്തിനാ നമുക്ക് ചോറും ചെറുപയറും തന്നെ? അല്ലെങ്കിൽ കഞ്ഞി, എന്റെ ചെറിയ പ്രായത്തിൽ കഞ്ഞിയും ചെറുപയറും എന്തിനാ തന്നെ? കഞ്ഞിയും ചെറുപയറും ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ഉള്ള, ഏറ്റവും കാര്യങ്ങൾ അറിയുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവം അല്ലേ? നമുക്ക് നല്ലതായതുകൊണ്ടല്ലേ ഇത് തന്നെ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക്. ഇത് നമ്മളെന്തിനാ ഉപേക്ഷിക്കുന്നത്? ആ ചോറിന്റെ മുകളില് നല്ല കൊഴുത്ത ചെറുപയർ കറിയൊക്കെ ഒഴിച്ചിട്ട്, കുമ്പേട്ടിൽ നിന്നാണ് എന്റെ സ്കൂളില്, ഉദിനൂർ സെൻട്രൽ AP സ്കൂൾ, കഞ്ഞി വെച്ചിരുന്ന അവരുടെ പേര്. അവരത് ചെയ്തു തന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മളതിനെ നിർത്തിയേ നല്ല ചൂട് ചോറിന് മുകളിൽ ചെറുപയർ ഒഴിച്ച് കുഴച്ച് കഴിച്ചാൽ എന്താ കുഴപ്പം? പിന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്ത് കണ്ടു, ഗവൺമെന്റ് തരുന്ന കിറ്റില്
ഫുൾ ചെറുപയറും കാര്യങ്ങളൊക്കെ ആക്കിയാ അതല്ലേ വീട്ടിൽ കിട്ടുന്നത്. അതെന്നെ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുകയാണ്. ശരി, സമ്മതിച്ചു. പക്ഷെ പൊറോട്ട വീട്ടിൽ കിട്ടും. പൊറോട്ടയും ചെറുപയറും വീട്ടിൽ കിട്ടില്ലല്ലോ. കിട്ടുമോ? നിങ്ങൾ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കാം. പിന്നെ ഗവൺമെന്റ് ചെറുപയർ കിറ്റ് തരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായിക്കൂടെ ഈ ചെറുപയർ എന്നൊക്കെ നല്ലതാണെന്ന്. എനിവേ, നമ്മുടെ നാട്ടിൽ നമ്മുടേതായിട്ടുള്ള ഭക്ഷണം, നമ്മുടെ പാരമ്പര്യ ഭക്ഷണങ്ങള്, നമുക്ക് നല്ലത് എന്ന് തോന്നുന്നതൊക്കെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ, നമ്മുടെ നാട്ടിൽ ചുറ്റും ലോക്കലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരഘടന. ഓരോ സ്ഥലത്തും ആൾക്കാരുടെ ശരീരഘടന വേറെയാണ്. ഓരോ സ്ഥലത്തും ആൾക്കാർ ചിന്തിക്കുന്നതും അങ്ങനെയൊക്കെ അത് ആ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അതിനനുസരിച്ചുള്ള ഭക്ഷണമാണ് ഓരോ സ്ഥലത്തും ഉണ്ടായിരുന്നത്. നമ്മൾ ദേവി തെറ്റിദ്ധരിക്കരുത്. പഴയ കാലത്ത് ദാരിദ്ര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ്, പഴയ കാലത്ത് ബീഫ് മേടിക്കാനുള്ള പൈസ ഇല്ലാതിരുന്നതുകൊണ്ടാണ്, ഗതി ഇല്ലാത്തതുകൊണ്ടാണ് പണ്ട് ആൾക്കാർ ഇതൊന്നും കഴിക്കാതിരുന്നത് എന്ന്, അല്ലെങ്കിൽ അത് കഴിച്ചിരുന്നത് എന്ന്. അത് നമുക്ക് നല്ലതായിരുന്നു. That was good for us. ഞാൻ ഈ മട്ടനോ ബീഫിനോ പോർക്കിനോ ഒന്നും എതിരല്ല. സാമണ് പോലും ഞാൻ ഐ ലവ് എവറിത്തിങ്. ഞാൻ പാമ്പിന്റെ ഇറച്ചി കഴിക്കുന്ന ആളാണ്. ഞാൻ പട്ടി ഇറച്ചി കഴിക്കുന്ന ആളാണ്. ഞാൻ പാറ്റകളെ കഴിക്കാറുണ്ട്. എന്ത് ഞാൻ കഴിക്കും. ഐ ഡോണ്ട് മൈൻഡ്. എനിക്ക് അങ്ങനത്തെ ബയസിങ് പ്രത്യേകിച്ച് ഇല്ല. പക്ഷേ വേറൊരാൾ കണ്ടാൽ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇതാണ് കഴിച്ചത് എന്ന് വേറൊരാൾ അറിഞ്ഞാൽ, ഞാനൊരു പൈസ ഇല്ലാത്ത ഒരാളാണ്, എനിക്ക് പൈസക്ക് രക്ഷയില്ലാത്ത ഒരാളാണ് എന്ന് വിചാരിക്കോ? എന്ന് വിചാരിച്ച് നമ്മളൊരു ഭക്ഷണത്തിനെ മാറ്റി നിർത്തരുത്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും കഴിച്ചു കാണിച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രകടനപരതയിലല്ലല്ലോ ജീവിതം. ആണോ? പ്രകടനപരതയും ജീവിതം തമ്മിൽ എന്ത് ബന്ധം? നമുക്ക് നല്ലത്, നമുക്ക് ഇഷ്ടമുള്ളത്, നമ്മൾ ഹാപ്പി ആവുന്ന നമ്മൾ കഴിക്കുക അല്ലേ? പിന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എനിക്കറിയാം കേരളത്തില് മന്തി ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ നെയ്ച്ചോറും പൊരിച്ച കോഴി ഇഷ്ടമാണ്, ബീഫും പൊറോട്ടയും ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഗ്രിൽ ചിക്കനും മയണൈസും ഒരു അര ബക്കറ്റ് നിറയെ മയണൈസ് കിട്ടിയ അത്രയും സന്തോഷം. എനിക്കും തോന്നാറുണ്ട് കേട്ടോ. ഞാനും KFC കഴിക്കും, എനിക്കിഷ്ടമാണ്. ഇതൊന്നും ഞാൻ ഇതിനൊന്നും എതിര് പറയല്ല. പക്ഷെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ ഞാൻ പറയുന്നുള്ളൂ. പ്ലീസ് കമോൺ. വല്ലപ്പോഴും നല്ല ചൂട് പൊറോട്ടയുടെ മുകളിൽ ചെറുപയർ കറി, റാഗിയുടെ ദോശ, എന്താ കുഴപ്പം? റാഗിയുടെ ദോശ ആക്ച്വലി ടേസ്റ്റ് റിയലി ഗുഡ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. പലതും ഉണ്ടെന്നേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂടെ? നമ്മൾ ഈ പുതിയ കാലത്തിന്റെ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ളൊരു സംഭവത്തിലേക്ക് പോണോ? ഞാനിത് പറയാൻ കാരണം അനാലിസിസ് ആണ്. റെസ്റ്റോറൻറ്റുകളിൽ നിന്നുള്ള അനലിറ്റിക്സ്, സെയിൽസിന്റെ ഡാറ്റ കംപ്ലീറ്റ് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഗ്രില്ല് ചെയ്ത ഭക്ഷണം, തന്തൂരി ഭക്ഷണം, ഈവൻ വെജിറ്റേറിയൻസ് പോലും ഭയങ്കരമായിട്ട് പനീർ ബട്ടർ മസാല പോലുള്ള സംഭവങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പനീർ ബട്ടർ മസാല കൊളസ്ട്രോൾ എത്ര കുഴപ്പം ചെയ്യുന്ന സാധനം എന്നറിയാം? അല്ലെങ്കിൽ പനീർ ബട്ടർ മസാലയിൽ എത്ര ഷുഗർ ഉണ്ടെന്ന് അറിയാം? നമുക്ക് പുട്ടും പയറും പലപ്പോഴും ഒന്ന് കഴിച്ചൂടെ? ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. ഈ സെലിബ്രേഷന് വേണ്ടി മാത്രം റെസ്റ്റോറൻറ്റിൽ പോകുന്നവരുടെ കാര്യമല്ല ഞാൻ പറയാം. ഇപ്പൊ എന്റെ അമ്മ റെസ്റ്റോറൻറ്റിൽ പോയി പുട്ടും പയറും കഴിക്കാൻ പോകുന്നില്ല. കാരണം എന്റെ അമ്മ മാസത്തിലൊരിക്കലൊക്കെ മാക്സിമം വന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കും. വീട്ടിൽ കിട്ടാത്ത സാധനം ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി കഴിക്കും. സ്വന്തമായിട്ട് കൃഷി ചെയ്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കി വീട്ടിൽ കഴിക്കുന്ന ആൾക്ക് ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ നമ്മുടെ പല പിള്ളേരും തട്ടുകടകളിൽ നിന്നും ഒക്കെയാണ് ഭൂരിഭാഗവും ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും, അല്ലേ? എന്നിട്ടും ഒരു ചെറിയൊരു മാറ്റം, ഒരു 10% മാറ്റം ഉണ്ടായിക്കൂടെ? പിന്നെ അതുപോലെ ഞാനിത് കഴിക്കുന്നത് എൻ്റെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടാണെന്ന് വേറൊന്നും വിചാരിക്കുമോ? നമ്മൾ വിചാരിക്കണോ? പാരമ്പര്യത്തിന്റെ എല്ലാ കാര്യങ്ങളും നല്ലതല്ല. ഐ അണ്ടർസ്റ്റാൻഡ്. പല ആചാരങ്ങളും പല കുനിഷ്ട് പിടിച്ച സംഭവങ്ങളൊക്കെ അന്നത്തെ കാലത്തെ ഓരോ അലവലാദികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇന്ന ജാതിക്കാർ അമ്പലത്തിൽ കയറരുത്, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവര് പിന്നെ അമ്പലത്തിന്റെ പരിസരത്തേ പോകരുത്, സതി അനുഷ്ഠിക്കണം. ഓരോ കാലത്തെ പ്രാന്തന്മാരെ ഓരോ ഉടായ്പകൾ ഉണ്ടാക്കി വെച്ചാണ്. അതിന്റെയൊന്നും പുറകെ പോകണം, അതിന്റെയൊക്കെ പുറകെ പോകാൻ നമുക്ക് നേരെ ഉണ്ടല്ലേ പാരമ്പര്യത്തിന്റെ പേരിൽ. പക്ഷെ പാരമ്പര്യത്തിന്റെ പേരിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കാര്യങ്ങളിലേക്ക് പോകാൻ നമുക്ക് പറ്റൂല. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാനീ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ പാരമ്പര്യത്തിന്റെ പേരിലുണ്ടായിരുന്ന ഭക്ഷണം. നല്ലോണം തവിടുള്ള നെല്ല്,
അതുകൊണ്ടുണ്ടാക്കിയ നല്ലവണ്ണം തവിടുള്ള അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം, അല്ലെങ്കിൽ ഈ ക്യാബേജ് പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ വാളം പയറിൻ്റെയോ മറ്റോ ഉപ്പേരി, മെഴുക്കുവരട്ടി, അതും അല്ലെങ്കിൽ നല്ല പുളിശ്ശേരി, വെള്ളരിക്ക പുളിശ്ശേരി, അതും അല്ലെങ്കിൽ പുട്ടും പയറും, അല്ലെങ്കിൽ റാഗി. ഇതൊക്കെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ന്യൂട്രീഷൻ കണ്ടന്റ് എന്തൊക്കെയാണ് അതിലുള്ളത്, അത് ആരോഗ്യത്തിന് നല്ലതാണോ? ചുമ്മാ വെറുതെ ഇതൊന്നും ടേസ്റ്റ് കുറഞ്ഞ ഭക്ഷണങ്ങളും അല്ലല്ലോ, ആണോ? നിങ്ങൾ ചോറിന് മുകളിൽ ചെറുപയർ ഒഴിച്ച് കുഴച്ച് കഴിക്കുമ്പോ സൈഡിൽ വേണമെങ്കിൽ ഒരു പൊരിച്ച മീനും ആവാം, അതിലെന്താ പ്രശ്നം? പക്ഷെ അതൊരു രണ്ടാന്തര സംഭവം നമ്മൾ വിചാരിക്കണം. എനിക്കിത് കേട്ടിട്ട് തീരെ ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലും അതെ, പല നാട്ടിലും അതെ, അവരവരുടെ ഭക്ഷണം തള്ളപ്പെടുകയാണ്. എന്നിട്ട് ഈ ഗ്രില്ലിലേക്കും അതിലേക്കും, ഗ്രില്ല്, തന്തൂരി, ഇതൊന്നും മോശമല്ല കേട്ടോ, ഒക്കെ നല്ലതാണ്, എനിക്കും ഇഷ്ടമാണ്, ഞാനും കഴിക്കാറുണ്ട്. ഞാൻ ഇതിന്റെ ഒന്നും ഒരു അതോറിറ്റിയോ എക്സ്പേർട്ടോ ആയതുകൊണ്ട് പറയല്ല. പക്ഷെ എന്നാലും സ്വയം ഒരു റിസർച്ച് ചെയ്തിട്ട് ചെറുതായിട്ടൊരു മാറ്റം നമുക്ക് ഉണ്ടായിക്കൂടെ? താങ്ക് യു.